സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് സംവാദം. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിലാണ് നാം ഈ പ്രൊഫൈൽ ആരംഭിക്കുന്നത് എന്നത് കൗതുകകരം ആണ്. സംവാദം ഇല്ലാത്ത എന്നാൽ വിവാദം സുലഭമായ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അപരനെ കേൾക്കാൻ ആരും തയ്യാറല്ല. സ്വന്തം അഭിപ്രായഗതികൾ പറയാൻ എല്ലാവരും തയ്യാറാണ്. നീ പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് വീട്ടുകലഹങ്ങളിൽ വരെ നമ്മൾ പകരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാതുകളില്ലാതായിത്തീർന്ന ഒരു സമൂഹം സംവാദം അസാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. വിവാദത്തിന് അത് നല്ലതാണ്. അപരൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട, തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി. വൈകുന്നേര ടെലിവിഷൻ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് കാണാം. അവരോരോരുത്തരും പറയാൻ ഇച്ഛിക്കുന്നത് മുഴുവൻ പറയും. അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല ഈ ചർച്ച കഴിഞ്ഞാലും. ഇത് ചാനലിൻ്റെ ഒരു സവിശേഷതയല്ല, അതങ്ങനെ ആയിരിക്കണമെന്ന് സമൂഹവും ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നിന്ന് അതിനാവശ്യമായ റേറ്റിംഗ് കിട്ടൂ, അംഗീകാരം കിട്ടൂ. അതിന് കാരണം സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾ മാത്രമാണ്. അങ്ങനെ സംവാദശൂന്യമായ ഒരു സമൂഹത്തിൽ സംവാദം ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരു സംവാദ മണ്ഡലമാണ് ഹരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നത്. അത് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. മഹാത്മാഗാന്ധി സംവാദം ആയിരിക്കണം നമ്മുടെ പരസ്പരം മനസ്സിലാക്കാനുള്ള മാധ്യമം എന്ന് പറയുന്നത്. എന്താണ് ഗാന്ധി പറയുന്ന സംവാദം? ഗാന്ധി ആഫ്രിക്കയിൽ ചെന്നത് നമ്മൾ ഗൾഫിൽ പോകുന്നത് പോലെ പണം ഉണ്ടാക്കാനാണ്. അദ്ദേഹം വക്കീലാണ്, കേസ് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യമായി അദ്ദേഹത്തിന് കിട്ടിയത് ഒരു സഹോദരൻ തൻ്റെ സഹോദരനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. അത് അയാളുടെ കണ്ണ് തുറപ്പിക്കുന്നു ഗാന്ധിയുടേത്. സഹോദരന്മാർ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്? അവരെ ആക്കിക്കൂടെ? അവരുടെ ഭാഷ ഒരിക്കലും കോടതിക്ക് മനസ്സിലാവില്ല, പക്ഷേ അവർക്ക് മനസ്സിലാവുമല്ലോ പരസ്പരം. അതുകൊണ്ട് എന്താണ് അപരൻ തന്നെ തെറ്റിദ്ധരിക്കാൻ കാരണമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ പരസ്പരം കേട്ട് അതിന് കേൾക്കാൻ സഹായിക്കുന്ന ഒരു മധ്യസ്ഥൻ്റെ സ്ഥാനമാണ് ആവശ്യം. ആ മധ്യസ്ഥൻ ഇരുവരെയും ഗാഠമായിട്ട് കേൾക്കണം. എന്നിട്ട് ഓരോരുത്തരുടെയും വാദഗതികൾ അവരുടെ ഭാഗത്ത് നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കി അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവരൻ നിങ്ങൾക്ക് ഗുണകരമായത് തന്നെയാണ് അയാൾ പറയുന്നത്, എതിരല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങളും അയാൾക്ക് ഗുണകരമായി തീരണം എന്നാണ്. നിങ്ങൾക്ക് ഗുണകരമാകുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ സഹോദരനും അത് ഗുണകരമായി തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് സംവാദത്തിൻ്റെ ഭാഷയാണ് വേണ്ടത്, തർക്കത്തിൻ്റെ ഭാഷയല്ല. അയാൾ കോടതിയിൽ കുറച്ചേ പോയിട്ടുള്ളൂ, പിന്നെ ഏതാണ്ട് എല്ലാ കേസുകളും ഇങ്ങനെ കോടതിക്ക് പുറത്ത് വെച്ച് അനുരഞ്ജനത്തിലൂടെ സംവാദത്തിലൂടെ ഒത്തുതീർപ്പിൽ എത്തിക്കുകയാണ് മഹാത്മാഗാന്ധി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളക്കാരുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സാധാരണഗതിയിൽ ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആളെ പ്രതിനിധീകരിക്കുകയില്ല. ഗാന്ധി കണ്ടത് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിക്കുമ്പോൾ വെള്ളക്കാർ നീതിയുടെ പക്ഷത്ത് നിന്ന് വിജയിക്കണം എന്നാണ്. ഇങ്ങനെ ഒരു കൂട്ടരെ കവർച്ച ചെയ്തുകൊണ്ട്, ഈ നാട്ടിൻ്റെ വിഭവങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട്, ഈ നാടിനെ അടിമകളെപ്പോലെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപരാധമാണ്.
അങ്ങനെ അപരാധമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെള്ളക്കാർ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഒരു സമരം വേണമെങ്കിൽ അത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിക്കൂടാ, മറിച്ച് അത് അവരെ കൂടി എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ഒരു സമരമാർഗമായിരിക്കണം. ഗാന്ധി റിക്വസ്റ്റ് മാത്രമേ നടത്താറുള്ളൂ. റിക്വസ്റ്റ് ജയിക്കാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് അടുത്ത പടി നോക്കുക. ഒരു സ്ഥലത്തൊരു സമരം ആവശ്യം വന്നാൽ, അഹമ്മദാബാദ് മിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നത് വൈസ്രോയിയോട്. ആ റിക്വസ്റ്റ് പരമാവധി ഈ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒരു വലിയ ഹർജി ഉണ്ടാക്കുക ചെയ്യുക ഗാന്ധി. ഈ ഹർജിയിൽ ഒരു പഴുതുമില്ലാതെ ഈ പ്രശ്നങ്ങൾ ആവിഷ്കരിച്ചിരിക്കും. ഇത് വായിച്ചാൽ തന്നെ ബോധ്യമാകും ഒരു വൈസ്രോയ്ക്ക് തീർച്ചയായിട്ടും ഗാന്ധി പറയുന്നതിലാണ് ന്യായം എന്ന്. എന്നാലും സമ്മതിച്ചൊന്നും കൊടുക്കില്ല. കാരണം എന്താ? തോൽക്കാൻ ഒരാൾക്കും സമ്മതമല്ല. അതുകൊണ്ട് ജയിക്കണം എന്ന് വിചാരിക്കും. ഗാന്ധി കണ്ട തന്ത്രം, ഞങ്ങളുടെ വാദഗതി നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കുകയാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കുക എന്നതാണ്. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുകയല്ല. ഇതല്ല ഞങ്ങളുടെ സംവാദത്തിൻ്റെ ഉദ്ദേശവും. ഞങ്ങളുടെ ആവശ്യം ജയിക്കണം. ഈ തൊഴിലാളികൾക്ക് പണിക്ക് കൂലി കിട്ടാത്തത് കൊണ്ടാണ് ഈ അഹമ്മദാബാദ് മിൽ സമരം. അവർ മനുഷ്യരല്ലേ? നിങ്ങൾ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു, അതിനുള്ള അവകാശം അവർക്കും ഇല്ലേ? അതുകൊണ്ട് അവരുടെ ഈ അവകാശത്തെ നിങ്ങൾ എങ്ങനെ ഹനിക്കുന്നു? നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ അവരുടെ അവകാശങ്ങൾ നിങ്ങൾ ഹനിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ് എന്ന്. അങ്ങനെ അവരൻ ഈ പ്രശ്നത്തെ സൂക്ഷ്മമായി ഗാഠമായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഇതിനെ അവതരിപ്പിക്കുക. എല്ലാ സമരങ്ങളും, ഇപ്പം വിജയരാഘവൻ മാഷ്ക്കൊക്കെ അറിയാം, കൂടുതൽ ഗാന്ധിയെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ സമരങ്ങളും ഗാന്ധി കൃത്യമായിട്ട് അതിൻ്റെ പോയിൻ്റായിട്ട് എഴുതി ഹർജി സമർപ്പിക്കും, റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനെ അത് വായിക്കാൻ സന്മനസ്സുള്ള ഒരാൾക്ക് ഈ സമരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കില്ല. അങ്ങനെ സംവാദം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിലുള്ള ഒരു മത്സരമല്ല, ഒരു കോമ്പറ്റീഷനല്ല. വീട്ടിലെ കലഹങ്ങളൊക്കെ കോമ്പറ്റീഷനായിട്ട് മാറും. ഒരു കഥ പറഞ്ഞാൽ, ഒരു കഥയെക്കുറിച്ചുള്ള കഥയാണ്, ഇവിടെ പറ്റിയേക്കാം എന്നതുകൊണ്ട് മാത്രം പറയുക. അത് UR അനന്തമൂർത്തി കളക്ട് ചെയ്തിട്ടുള്ള ഒരു നാടോടിക്കഥകളുടെ സമാഹാരത്തിലുള്ള ഒരു കഥയാണ്. ഒരു കഥയും കവിതയും ഒരു സ്ത്രീയുടെ മനസ്സിൽ കയറിക്കൂടി. അവൾ ഒരുപാട് പേരോട് പറയുമല്ലോ എന്ന സന്തോഷം കൊണ്ടാണ് കയറിക്കൂടിയത്. പക്ഷേ അവൾക്ക് വലിയ വീട്ടിൽ തിരക്കായത് കാരണം ഇതൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ കഥയും കവിതയും കാത്തിരുന്നു ഇവൾ പറയാൻ വേണ്ടി. പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ആവിഷ്കരിക്കപ്പെടാത്ത വ്യഥകൾ എപ്പോഴും പകയായി മാറും എന്നതിനാൽ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ഒരു കഥ ഒരു കോട്ടായിട്ടും ഓവർകോട്ടായിട്ടും ഈ കവിത അല്ലെങ്കിൽ പാട്ട് ഒരു ജോഡി ചെരുപ്പായിട്ടും മാറി. എന്നിട്ട് ഇവളുടെ വീട്ടിൽ ഭർത്താവ് വരുമ്പോൾ അതാ പഠിക്കൽ തന്നെ ഒരു ജോഡി ചെരുപ്പ്. അയാൾ ആരാണ്? ഈ പുരുഷൻ്റെ ചെരുപ്പും ഈ വീട്ടിൽ എന്താ നടക്കുന്നത് എന്ന സംശയത്തോടു കൂടി അകത്ത് വന്നപ്പോൾ ഈ ഓവർകോട്ട് തൂക്കിയിട്ടിരിക്കുന്നു ഹോൾഡറിൽ. ഇനി തെളിവ് വല്ലതും വേണോ? അയാൾ അവളോട് കലഹിക്കാൻ തുടങ്ങി. അവളും ഇതൊന്നും അറിഞ്ഞതല്ല. അതുകൊണ്ട് അടിസ്ഥാനരഹിതമായി ഈ ആരോപണങ്ങൾ കുറേ നേരം കേട്ടിരിക്കാൻ പറ്റുമോ? അവളും കലഹിക്കാൻ തുടങ്ങി. മിക്കവാറും കലഹങ്ങളിൽ ഇങ്ങനെയാണ്. ഇതറിയുന്നില്ല. വാസ്തവത്തിൽ ഇങ്ങനെ പറയപ്പെടാത്ത ഒരു പാട്ടോ ആവിഷ്കരിക്കപ്പെടാത്ത ഒരു കഥയോ രൂപം മാറി വന്ന് ഇങ്ങനെ തൻ്റെ ഭർത്താവിനെ സംശയത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അവർ കലഹിക്കുന്നു. കലഹം ഇങ്ങനെ മൂത്ത് രണ്ടുപേരും പുലരും വരെ ഉറങ്ങാതെ ഇരുന്ന് കലഹിക്കുക. അത്ര ഉറപ്പല്ലേ? അത്ര തെളിവ് അയാൾക്ക്. അത്ര സത്യസന്ധയാണ് അവൾ. പിന്നെ കലഹം നീങ്ങാതിരിക്കുമോ? അങ്ങനെ കഴിഞ്ഞു. ഇനി വീട്ടിൽ ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തിറങ്ങിപ്പോയി. അയാളൊരു ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ കിടന്നാൽ ഉറങ്ങുക. അവിടെ ഒരു കഥയുള്ളത്. കഥയാണ് ഇത്. അപ്പോൾ ഓരോ വീട്ടിലെയും വിളക്ക് കെട്ടാൽ ആ ജ്വാലകൾ ഈ ക്ഷേത്രത്തിലെ
വിളക്കിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുക. അങ്ങനെയല്ല, ഇതൊക്കെ കെടുത്തിയാൽ ഉള്ള വിളക്ക് കൂടുതൽ ശോഭിക്കില്ലേ? അങ്ങനെ ക്ഷേത്രത്തിലെ വിളക്കിങ്ങനെ കൂടുതൽ. അപ്പോൾ ഒരു വീട്ടിലെ ജ്വാല മാത്രം വന്നിട്ടില്ല. അപ്പോൾ അത് വന്ന പാടെ മറ്റ് വിളക്ക് ചോദിച്ചു, വലിയ ജ്വാല ചോദിച്ചു, നീ എന്താ ഇത്ര വൈകിയത്, പുലരാറായല്ലോ. അതിങ്ങനെ ഒരു തമാശ കഥ കൊണ്ട് ആ വീട്ടിൽ സംഭവിച്ചതാണ്. ഇത് പറയാതിരുന്നത് കൊണ്ട് ഭർത്താവും ഭാര്യയും കൂടി കലഹിച്ചു. അത് ആവിഷ്കരിക്കപ്പെടാത്ത വേദനകളുടെ ഒരു ശിക്ഷയായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നു. സമൂഹം പറഞ്ഞു തീർത്തിരിക്കണം, ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കണം. അതിനാണ് കവിത, അതിനാണ് പാട്ട്, അതിനാണ് സിനിമ, അതിനാണ് കഥ, അതിനാണ് നമ്മുടെ സാധാരണ സംഭാഷണങ്ങൾ പോലും. അതില്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോവില്ല. അങ്ങനെ അതാണ് ഡയലോഗ് എന്ന് പറയുന്നത്.